ഇന്ത്യ എന്ന സഖ്യം ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി മാത്രമാണ്. അതൊരു സമര മുന്നണി അല്ല. പാർലമെന്ററി നേട്ടങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവസരവാദ സമീപനത്തോടെ തട്ടിക്കൂട്ടിയുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി കൊണ്ട് നേരിടാവുന്ന ഒരു പ്രതിഭാസമല്ല ഫാസിസ്റ്റ് വിപത്ത്. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെ, സാമ്പത്തിക നയങ്ങൾക്കെതിരെ, അവരുടെ ഫാസിസ്റ്റ് പദ്ധതിക്കെതിരെ ചിട്ടയായ ഒരു ബഹുജന പ്രക്ഷോഭം, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സുഘടിതമായ നീണ്ടു നിൽക്കുന്ന നയങ്ങൾ പരാജയപ്പെടുന്നിടം വരെയുള്ള ഒരു ജനകീയ പ്രക്ഷോഭമാകണം ഫാസിസത്തെ ചെറുക്കാനുള്ള ശരിയായ മാർഗം. അതിലൂടെ മാത്രമേ ഫാസിസ്റ്റ് വിപത്തിനെ നേരിടാനാവൂ. പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണം കൊണ്ട് അല്ലെങ്കിൽ ഒരു പാർലമെന്ററി ഗണിതം കൊണ്ട് കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ല ഫാസിസ്റ്റ് വിപത്ത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഫാസിസം വേരൂന്നുന്നത് ജനങ്ങളുടെ മനോഘടനയിൽ വരുന്ന വലിയൊരു തിരിച്ചുപോക്കിലൂടെയാണ്. അന്ധമായ ദേശഭ്രാന്ത്, അന്യമത വിദ്വേഷം, യുക്തിരഹിതമായ സമീപനം, ഇവയൊക്കെ ചിന്താമണ്ഡലത്തിൽ സ്വാധീനം നേടുമ്പോഴാണ് ഫാസിസ്റ്റ് വിപത്ത് കൂടുതൽ ശക്തിപ്പെടുക. അപ്പൊ ജനങ്ങളെ ഈ മനോഘടനയിൽ നിന്ന് മുക്തമാക്കാൻ, ഫാസിസ്റ്റ് മനോഘടനയിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് ഉയർന്ന ജനാധിപത്യ മതേതര ശാസ്ത്രീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ നോക്കിക്കാണാൻ, ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ ജനങ്ങളെ പരിശീലിപ്പിക്കുന്ന വളരെ വിപുലമായ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്ന പ്രക്രിയ ഉണ്ടാകും. അതിന് ജനാധിപത്യ പ്രക്ഷോഭമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അപ്പൊ ജനങ്ങളുടെ മനോഭാവത്തെ, മനോഘടനയെ ഉയർത്തിയെടുക്കാൻ, ഫാസിസ്റ്റ് മനോഘടനയിൽ നിന്ന് മുക്തമായ ഒരു ചിന്താമണ്ഡലം വികസിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. ആ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ഒന്ന് ജനങ്ങൾക്കിടെ സുശക്തമായ സാഹോദര്യം സൃഷ്ടിക്കും. മതവിശ്വാസങ്ങൾക്കുപരിയായി, മറ്റു വിഭാഗീയമായ താല്പര്യങ്ങൾക്കുപരിയായി ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ അവർ തയ്യാറാകും. ആ സമരത്തിന്റെ രംഗത്ത് സൃഷ്ടിക്കപ്പെടുന്ന സാഹോദര്യം, ആ ഐക്യം യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് വിപത്തിനെതിരായ ഏറ്റവും വലിയ പ്രതിരോധം. അപ്പൊ ആ ജനകീയ ഐക്യം സൃഷ്ടിക്കാൻ ജനകീയ പ്രക്ഷോഭത്തിലൂടെ സാധ്യമാകും. ഞാൻ ആദ്യം സൂചിപ്പിച്ച തരത്തിലുള്ള ജനാധിപത്യ മനോഘടന സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ ജനകീയ സമരങ്ങൾക്കേ ആവൂ. ജനകീയ സമരങ്ങൾ പാഠശാലകളാണ്, വളരെ ഉയർന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്ന പാഠശാലകളാണ്. അപ്പോൾ ആ ലക്ഷ്യം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി കൊണ്ട് കൈകാര്യം ചെയ്യാവുന്നത്ര ലളിതമായ ഒരു പ്രശ്നമായി ഫാസിസത്തെ അവതരിപ്പിക്കുന്നത് തന്നെ ഫാസിസ്റ്റ് പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനം. ഇന്ത്യ മുന്നണിയോ അതിലുൾപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഘടകകക്ഷികളോ BJPയുടെ നയങ്ങൾക്കെതിരായ ഒരു പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയം അനുവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധികാര ഘടനയുടെ നയങ്ങളോട് കലഹിച്ച് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഇന്ന് അവർ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയം,
നയങ്ങളെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയം ഈ പ്രസ്ഥാനങ്ങളൊന്നും അനുവർത്തിക്കുന്നില്ല. ദേശീയ കർഷക പ്രക്ഷോഭത്തിന്റെ സന്ദർഭത്തിലായാലും BJPയുടെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ആ പ്രക്ഷോഭത്തിന്റെ വേളയിലായാലും ദേശീയ ഗുസ്തി താരങ്ങൾ ഉയർത്തിയ ഈ രാജ്യത്തെ സ്ത്രീത്വം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗൗരവപ്പെട്ട ഒരു വിഷയത്തിൽ അധികരിച്ചുയർന്നു വന്ന പ്രക്ഷോഭത്തിന്റെ കാര്യത്തിലായാലും ഒട്ടനവധി സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടത് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ സമരം ചെയ്യാൻ മുന്നോട്ട് വന്ന വിഭാഗങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ട് അതിനെ ഒരു ദേശീയ പ്രക്ഷോഭമാക്കി ഒരു വലിയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റിയെടുക്കാൻ പരിശ്രമിക്കുന്നില്ല എന്നത്. ജനാധിപത്യ ധ്വംസനങ്ങൾ ഉണ്ടായി, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടു, മാധ്യമങ്ങൾ വേട്ടയാടപ്പെട്ടു, മാധ്യമപ്രവർത്തകർ തുറുങ്കിലിറക്കപ്പെട്ടു, രാഷ്ട്രീയ പ്രതിയോഗികൾ കൊന്നുതള്ളപ്പെട്ടു. എവിടെ പ്രതിഷേധം ഉണ്ടായി? കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ട് തീരുമാനമുണ്ടായി. എവിടെ പ്രതിഷേധം ഉണ്ടായി? നമ്മൾ കണ്ടതാണ്. ഇന്ധന വിലവർദ്ധനവിനെതിരെ എന്തെല്ലാം മേഖലകളിൽ വലിയ ആക്രമണങ്ങൾ ഉണ്ടായി. അപ്പോഴൊന്നും പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയം ഈ മുന്നണിയോ ഈ മുന്നണിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടക കക്ഷികളോ അത്തരം ഒരു പാത പിന്തുടരുന്നതായി നാം കണ്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യ മുന്നണിയിലെ ഉൾപ്പെട്ടിരിക്കുന്ന കക്ഷികൾ, ഘടക കക്ഷികളായി വന്നിരിക്കുന്ന കക്ഷികൾ, അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ